الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدث بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبع الفساد في الأرض إن الله لا يحب المفسدين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ റിയാദിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ് പരലോകത്ത് നന്മ ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ കഴിയുക എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദുനിയാവ് നാളെ നമ്മൾ കാത്തിരിക്കുന്ന പരലോകവും നന്മയുള്ളതാവണം, ഗുണകരമാകണം എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മെ സൃഷ്ടിച്ച് നിയോഗിച്ച പടച്ചറപ്പിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നോട് നിങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയാവ് മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നഷ്ടങ്ങളുടെയും വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ സമ്മിശ്രമായ ഒരു ലോകം. നമുക്ക് ഇനി പോകാറുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. പരലോകത്ത് രണ്ടവസ്ഥകളാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ പാപമോചനം നേടിക്കൊണ്ടുള്ള ശാശ്വതമായ അനുഗ്രഹത്തിന്റെ കാരുണ്യത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്, അല്ലെങ്കിൽ ശാശ്വതമായ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കുന്നത്. ദുനിയാവ് പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തന വേദിയായി, രംഗമായി കാണുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത. പക്ഷെ പലപ്പോഴും ഇവിടെ വഴിപിഴച്ചു പോകുന്നവർ, അല്ലെങ്കിൽ വഴി അറിയാത്ത ആളുകളായി ചിലരൊക്കെ തന്റെ മുമ്പിൽ കാണുന്ന ഭൗതികതയുടെ അതിപ്രസരങ്ങളിൽ, ആഘോഷങ്ങളിൽ, സന്തോഷങ്ങളിൽ മതിമറന്നുകൊണ്ട് ലക്ഷ്യം മറന്നു പോകുന്നത്. എങ്ങനെയാണ് ഇസ്ലാം ഇതിനെ സമന്വയപ്പെടുത്തിയത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ
ദുനിയാവിനെയും ആഖിറത്തിനെയും ഒരുപോലെ ആസ്വാദ്യതയോടെ കണ്ടുകൊണ്ട് ജീവിക്കാൻ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ദുനിയാവും ആഖിറവും നന്നാക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ പ്രാർത്ഥനയുടെ അനുബന്ധമായി നടക്കുന്ന അല്ലാഹുവിന്റെ ദിക്ർ, ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ പെട്ടു. അപ്പോൾ ആ സമയം നിങ്ങളുടെ കച്ചവടവും ഏർപ്പാടുകളും ജോലിയും വ്യാപാരങ്ങളും എന്താണോ അതൊക്കെ വിട്ടേക്കണം. അതിനർത്ഥം അതിന് മുൻപത്തം കച്ചവടങ്ങൾ വേണം, ഏർപ്പാട് വേണം, ഒക്കെ വേണം. പക്ഷെ ഇതാ വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ അതൊക്കെ നിർത്തിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അതിനുശേഷം നമസ്കാരവും കഴിഞ്ഞാൽ വീണ്ടും ആ പള്ളിയിൽ ആരാധനയും അല്ലെങ്കിൽ പരലോകവും ഓർത്തുകൊണ്ട് ദിക്റും ദുആയുമായി കഴിയലല്ല. അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്ക് വേണ്ടി പടച്ചു നിശ്ചയിച്ചിട്ടുള്ള ഉപജീവന മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും അർത്ഥം ഓർത്താൽ മതി. പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല കൂടുതൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടുകാർ, അതുപോലെ തന്നെ കൂട്ടിലും, അതുപോലെ ജോലിയിലും, അങ്ങനെ ഭൗതികമായ വ്യാപാര വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് കൂടുതൽ അള്ളാഹുവിനെ ഓർക്കേണ്ടത്. അത് ഭൗതികതയിലും ഭൗതികമായ ജീവിതത്തിന്റെ മേഖലകളിലും അള്ളാഹുവിന്റെ ദിക്ർ, ഓർമ്മ. പരലോകമുണ്ട്, പടച്ചോൻ കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. അവർ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ അതാണ് വിജയം. എന്താണ് ആ വിജയം എന്ന് പറയുന്നത്? മറ്റൊരു ആയത്തിൽ സൂറത്തുൽ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് പ്രകാശം പരത്തുന്ന പടച്ച റബ്ബിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, പരിചയപ്പെടുത്തുന്നത് പറയുന്നുണ്ട്. ഫീ ബുയൂത്തിൻ അല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മുഹാ യുസബ്ബിഹു ലഹു ഫീൽ ഖുദൂബി വൽ ആസാർ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവര് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഉണ്ടാകും. ഏതാണ് ഭവനം? അള്ളാഹു കെട്ടിയുയർത്താൻ വേണ്ടി അനുവാദം നൽകിയിരിക്കുന്ന, അള്ളാഹുവിന്റെ സ്മരണകൾ ഇരുത്താൻ വേണ്ടി, വാഴ്ത്താൻ വേണ്ടി പടച്ചവൻ നിശ്ചയിച്ചിട്ടുള്ള ആ ഭവനങ്ങൾ പള്ളികളാണ്. അവര് പള്ളികളിൽ ഉണ്ടാവും പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതെന്തുകൊണ്ടാവും? വേറെ ഏർപ്പാടില്ലാത്തതുകൊണ്ടല്ല, കച്ചവടവും ജോലിയും ഏർപ്പാടും കുട്ടിയും കുടുംബമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, വയസ്സായിട്ട് റിട്ടയർ ആയിട്ട് പള്ളിയിൽ പണിയൊന്നുമില്ല, പള്ളി കുത്തിരിക്കല്ല. വിദ്യാർത്ഥികളാവാം, അവർ ഉദ്യോഗസ്ഥരാവാം, തൊഴിലാളികളാവാം, അവർ പണക്കാരാവാം, പണിക്കാരാവാം, ആരായാലും ശരി, അവരുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന്, നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന് അവരുടെ കച്ചവടമോ കുടുംബമോ ഏർപ്പാടുകളോ ജോലിയോ ഒന്നും അവർക്ക് മനസ്സിലാക്കാം. അതെ, എല്ലാം വേണം, ഭൗതികമാർഗ വേണം. അതോടൊപ്പം ആ ഭൗതികതയിൽ മാറ്റങ്ങളില്ലാതെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളില്ലാതെ പരലോകത്തിന് നിലനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് കണ്ണുകളും അതുപോലെ ഹൃദയങ്ങളും ഒക്കെ വേവലാതിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നൊരു ഭയം അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർ സുബഹിക്ക് പള്ളിയിലുണ്ടാവും, അവർ അസറിനുണ്ടാകും, അതിലുണ്ടാകും, ഇശാഖുണ്ടാകും. എന്തുകൊണ്ട്? അവരുടെ മനസ്സിലൊരു വിചാരമുണ്ട്, പരലോകമുണ്ട്. ആ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട്, അതാണ് ഞാൻ ഓതിവെച്ച തുടക്കത്തിൽ ഓതിവെച്ച പടച്ചവൻ നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ ജീവിക്കാൻ അവസരം കിട്ടി, ആയുസ് തന്നു, ആരോഗ്യം തന്നു, സൗഭാഗ്യം തന്നു, സമ്പത്ത് തന്നു.
ആഫിയത്ത് തന്നു, ഇതൊക്കെ നിങ്ങൾക്ക് നൽകി. ഇതെന്തിനു വേണ്ടി? ഇതുകൊണ്ട് നീ പരലോകത്തൊരു ഭവനം ഉണ്ടാക്കണം, അവിടെയായിരിക്കണം പരലോകത്തൊരു ഭവനം ഉണ്ടാകണം, അതായിരിക്കണം നിന്റെ ലക്ഷ്യം. പക്ഷേ അതിനുവേണ്ടി ദുനിയാവിൽ നിനക്ക് വേണ്ടി നിശ്ചയിച്ച പങ്കിനെ, ഓഹരി, അത് നീ മറന്നു പോകേണ്ടതില്ല. ദുനിയാവെല്ലാം മാറ്റി വെച്ചിട്ട് പരലോകത്തിന് വേണ്ടിയല്ല. ഇവിടുത്തെ കച്ചവടവും കുടുംബവും ജീവിതവും സൗഭാഗ്യങ്ങളും ആഘോഷങ്ങളും അതുപോലെ എല്ലാം നമുക്കാകാം. പക്ഷേ എന്തു വേണം? അല്ലാഹു നിനക്ക് നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. എന്തൊക്കെ രൂപത്തിലാണ് പടച്ചോൻ നമുക്ക് അനുഗ്രഹം നൽകിയത്. പക്ഷേ അത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മെക്കാളായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട തടയപ്പെട്ട ആളുകളെ നോക്കിക്കൊണ്ട് പടച്ചവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വലുതാണെന്ന് മനസ്സിലാകുമ്പോ നീ നന്മ ചെയ്യണം. പടച്ചവൻ നിനക്ക് നന്മ നൽകിയില്ലേ? അതുപോലെ മറ്റുള്ളവർക്കും നന്മ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കണം. സമ്പത്ത് കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ മനുഷ്യന്റെ കഴിവുകളും ഒക്കെ കൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനല്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുത്താനാണല്ല. അവിടെ തിരിച്ചറിവുണ്ട്. എന്താണ് ദുനിയാവും പരലോകവും തമ്മിലുള്ള ജീവിതത്തിന്റെ ഒരു അവസ്ഥ? ഒരിക്കൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റഷ്യക്കാരനാണ്. റസൂലിനോടൊപ്പം മക്കയിൽ നിന്ന് തബൂക്ക് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് എതിര വന്നവരാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം അന്ന് ആ മുഹാജിറും അൻസാരികളും തമ്മിൽ സാഹോദര്യ ബന്ധം ചേർത്തപ്പോൾ രണ്ടുപേരും സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം ചേർത്ത് കൊടുത്തു. ഒരു ദിവസം അബൂ ദർദാഹിന്റെ വീട്ടിലേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അബൂ ദർദാഹിന്റെ ഭാര്യ അവരെ കാണുമ്പോൾ തന്നെ ഒരു മുഷിന്റെ വേഷത്തിൽ, മുഖത്തൊന്നും പ്രസന്നതയൊന്നുമില്ല. ചോദിച്ചിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും അസുഖമുണ്ടോ? എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ അറിഞ്ഞാലെന്താ? നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാഹിന് എന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. ആൾക്കാരെങ്ങനെ നിങ്ങൾ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നിസ്കാരം, നോമ്പ്, ഇല്ല. ഇത് കണ്ടപ്പോ കേട്ടപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ കഴിച്ചോളൂ. എന്റെ നിങ്ങൾ എനിക്ക് നോമ്പാണ്, പറ്റില്ല, നിങ്ങൾ കഴിക്കണം. നോമ്പല്ല, നിങ്ങൾ നോമ്പില്ല, അങ്ങനെ നോമ്പായിരുന്നു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. കുറച്ച് നോമ്പ് കൊടുത്തു. ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കടന്നോളൂ, സമർപ്പിച്ചു കൊടുത്തു. നിങ്ങളെടുക്കുന്ന ജലം എനിക്ക് സ്വീകരിക്കണം. ആയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം അവരോടൊപ്പം നിങ്ങൾ ക്ഷയിക്കണം നിർബന്ധിച്ചു. രാവിലെ രാത്രിയുടെ 3-2 ഭാഗം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്ക്, ശുദ്ധിയാവും, നമുക്ക് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്, അത് ഉറങ്ങി തന്നെ നിൽക്കണം. മനുഷ്യൻ അധ്വാനിക്കണമെങ്കിൽ രാത്രിയുടെ ഉറക്കം പടച്ചുകൊണ്ടത് നിങ്ങളുടെ ഉറക്കുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു വിശ്രമം, അത് ആവശ്യം, അത് ഉറങ്ങണം. പിന്നെ നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്. ഇത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറ്റേന്ന് പോയി പറഞ്ഞു, റസൂലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ്തയാ സൽമാൻ. ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ബാധ്യതയുള്ളതുപോലെ തന്റെ കുടുംബത്തോടും തന്റെ ശരീരത്തോടും ബാധ്യതയുണ്ടെന്ന് പഠിപ്പിച്ചതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? സദഖ്ത, സത്യം പറഞ്ഞത്. അതാണ് ഭൗതികത മറന്നുകൊണ്ടുള്ള ജീവിതമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 2-3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൈപിടിച്ചു അവിടെ ഇല്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തൊക്കെയാണ് ചെയ്യാൻ, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോ അവരിങ്ങനെ പറഞ്ഞു, റസൂലല്ലേ, റസൂൽ അത്രയൊക്കെ പോരെ, മാസൂമല്ലേ, നമുക്കിപ്പോ അങ്ങനെയൊക്കെ മതിയോ, അതൊക്കെ പാപികളല്ലേ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ? ഒരാൾ പറഞ്ഞു, തീരുമാനിക്കുക, ഞാൻ എന്തായാലും എല്ലാ ദിവസവും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എന്തായാലും എല്ലാ ദിവസവും രാത്രി നിസ്കരിക്കും, ഉറങ്ങുന്നില്ല. ഒരാൾ പറഞ്ഞു, ഞാനിപ്പോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അവന്റെ പണിയല്ലേ, കുട്ടികൾ കുടുംബവും പ്രാരാബ്ദമൊക്കെ ആവുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇബാദത്തിനൊന്നും കഴിയില്ല, ഞാൻ ഇബാദത്തിന് മുഴുവൻ കല്യാണം വരെ കഴിക്കുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, ഇന്നത്തെ ആൾക്കാർ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അവരെ വിളിപ്പിച്ച റസൂൽ എന്നിട്ട് അവരോട് പറഞ്ഞ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹ് പടച്ചവനാണ് സത്യം. ഇടക്കാളും പടച്ചവൻ പേടിക്കേണ്ടവൻ ഞാനാ. അല്ലാഹുവിനോട് ഭക്തി കാണിക്കേണ്ടവൻ ഞാനാ. ഞാൻ നോമ്പെടുക്കലുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ കിടന്നുറങ്ങാറുണ്ട്, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിനോട് അതിർത്തിയുള്ളവൻ ദുനിയാവിന്റെ സൗകര്യങ്ങളും ഒക്കെ വെടിഞ്ഞുകൊണ്ട്, ഭൗതികത വെടിഞ്ഞുകൊണ്ട് പരലോകം അല്ല, അവൻ എന്റെ കൂട്ടത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല. എന്റെ കൂടെ ഈ ദീനിന്റെ ആളായി അവകാശപ്പെടാനുള്ള അർഹത അവനില്ല. അതാണ് ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, ആ ജീവിതം വെടിഞ്ഞുകൊണ്ടല്ല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരാവട്ടെ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവൾക്ക് നാം നല്ലൊരു ജീവിതം ഉണ്ടാക്കി ജീവിപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ആ ജീവിതം മാത്രമല്ല, പിന്നീട് അവർക്ക് നാം അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും. പണ്ഡിതന്മാര് പറയാ, ആദ്യം പറഞ്ഞ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞ് ദുനിയാവില്ല. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ജീവിതം ദുനിയാവില്ല. ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞുകൊടുത്താണ് പണ്ഡിതന്മാർ മുഫ്സിറുകളിൽ വ്യാഖ്യാനിക്കും. അപ്പോൾ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഭൗതികതയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി രമിക്കുന്നത് പോയി നിങ്ങൾക്ക് പ്രതിഫലമുള്ള പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു പല റസൂലെ, ഞങ്ങളുടെ വൈകാര പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുണ്യകരമാണോ? മറുപടി ചോദിച്ചു, അത് നിങ്ങൾ ഹലാലില്ലാത്ത വിധത്തിൽ ഉപയോഗിച്ചാൽ കുറ്റകരമാണോ, പാപമാണോ? അതേ പാപമാണ്. എങ്കിൽ അത് ഹലാലായ രൂപത്തിൽ ചെയ്യുമ്പോൾ പുണ്യമാണെന്ന് പഠിക്കും. സ്വന്തം മക്കൾക്ക് അവരുടെ വായിലേക്ക് നിന്റെ ഇണക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം, അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. ദുനിയാവിന്റെ കാര്യം നമ്മുടെ മക്കളെ പറ്റി അതിന് പടച്ചോന്റെ പ്രതിഫലമുണ്ട്. അങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ പോലും വിശ്വാസികൾക്ക് ആ പ്രവർത്തനങ്ങളെ പണം സമ്പാദിക്കുന്ന അനുഗ്രഹമായി മാറ്റാൻ. എന്തിനു വേണ്ടി പണം സമ്പാദിക്കുമ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ടാകും, എനിക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അത്രേ സമ്പാദിച്ചു, അതൊക്കെ എന്തായിട്ട് മാറ്റാൻ കഴിയും, നന്മകളാക്കി മാറ്റാൻ കഴിയുന്നു, പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യമാക്കി മാറ്റാൻ കഴിയുന്നു. അതെ, ജീവിതകാലത്ത് ഒരു മനുഷ്യൻ അധ്വാനിക്കുമ്പോ അത് പ്രതിഫലമാണ്. ദുനിയാവിന് വേണ്ടി പണം ഉണ്ടാക്കാൻ ഓടുമ്പോൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നത്, എന്താണ് ലക്ഷ്യം? ആ രൂപത്തിൽ നന്മകളെ, ഭൗതികതയെ പോലും പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇതിന്റെ ലക്ഷ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തെര്യപ്പെടുത്തിയതിന്റെ ലക്ഷ്യം ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി. الحمد لله الواحد القهار الكريم المعبود الرحيم المحمود، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരൻ, കഴിയുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ സുഖകരമായി ദുനിയാവിൽ ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പഠനയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ജീവിതത്തെ കുറിച്ച്, ഭൗതിക ജീവിതത്തെ കുറിച്ച് പറയുന്ന ഉദാഹരണം ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചത് കളിയും തമാശ. നമ്മുടെ വീട്ടിൽ ഇരിക്കുക, ഉമ്മറത്ത് നിന്ന് എന്തൊക്കെയോ
ഗൗരവമുള്ള കാര്യങ്ങൾ, മക്കളെ കെട്ടിക്കുന്ന കാര്യം, വീടിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, പ്രശ്നങ്ങൾ, ജോലി, ഇതൊക്കെ പലരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുറ്റത്ത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നു കാണുമ്പോൾ അവരിങ്ങനെ ചിരട്ടയിൽ കുട്ടി കൊടുക്കില്ല, അണ്ണുകൊണ്ട് കുട്ടി കളിച്ച് വലിയ കളി കളിക്കുമ്പോൾ കുട്ടികളൊക്കെ എന്താ ഇതാണ് ജീവിതം. കുട്ടികളുടെ ജീവിതം മക്കളെ എങ്ങനെ കളിക്കുന്നുണ്ടോ ജീവിതം എന്താണെന്ന് മനസ്സിലായത് എന്ന് നമ്മൾ ഇങ്ങനെ ചോദിക്കും. അതെല്ലാം ആ കുട്ടികളോട് പറഞ്ഞാല് കുട്ടികൾ പറഞ്ഞു വലിയപ്പാക്കെന്തോ പട്ടാന്ന് പറയും, ഉപ്പാക്ക് എന്താണ്? അവരുടെ ജീവിതം അവർ ധരിക്കുന്നത് ഈ കളിയും തമാശ. നമ്മളും വിചാരിക്കുന്നത് ഈ കളിയും തമാശയും ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇവിടെ എന്തിനാ അടിച്ചു പൊളിക്കണം? നിത്യ ജീവിതം എങ്ങനെ നിർമാദിക്കാനെന്ന് നോക്കുകയാണ്. ഇതാണ് ജീവിതം അങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ വിവരമുള്ള ഒരു ബുദ്ധിയുള്ളവർ പറഞ്ഞിരുമ്പോ അതല്ല. ചിന്തിക്കാനും ആലോചിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അവർ തിരിച്ചറിവുണ്ടല്ലോ. യഥാർത്ഥ ജീവിതം പരലോകത്താണ്. അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എന്താ മനുഷ്യന് എളുപ്പം കഴിയില്ലേ? ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാവുമ്പോൾ 9 മാസക്കാലം നമ്മുടെ മാതാവിന്റെ വയറ്റിലായിരുന്നു. 9 മാസക്കാലം, 10 മാസത്തോളം. ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറയാം, മോനെ മോളെ ഇതല്ല ജീവിതം, നീ മറ്റൊരു ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. ഇപ്പൊ നീ ഒരു വയറിലൂടെ പൊക്കൽ കൂടിയുടെ ഭക്ഷണം, അവിടെ നീ വായയുടെ ഭക്ഷണം കഴിക്കുക. ഈ ഇടുങ്ങിയ ഒരു മുറിയല്ല നിനക്ക് ജീവിക്കേണ്ട, വിശാലമായ ഒരു ലോകത്തേക്കാണ് നീ പോകാനുള്ളത്. കണ്ണുകൾ കൊണ്ട് പല കാഴ്ചകളും കാണും, അത്ഭുതങ്ങൾ അവിടെ കാണാനുണ്ട്, പല ശബ്ദങ്ങളും നിനക്ക് കേൾക്കാം, പല രുചിയും. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ ഗർഭസ്ഥ ശിശു എന്താ പറയാ? ആരും പറഞ്ഞു അങ്ങനെ ആരെയും കണ്ടോരുണ്ടോ, അവിടെ ആരെയും കണ്ടോരുണ്ടോ, ഉണ്ടോ എന്ന് പറയല്ലാതെ ആ ജീവിതം അനുഭവിക്കാത്ത കുഞ്ഞിനെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ, ഇവിടെ വന്നില്ലേ? എന്നിട്ട് ഇപ്പൊ നമ്മളോട് പറയണത് ഇതല്ല യഥാർത്ഥ ജീവിതം. ഇതിനപ്പുറം ശാശ്വതമായ സ്വർഗീയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതെല്ലാം ലഭിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ലഭിക്കുന്ന, ഒരു കണ്ണും ഇതുവരെ കാണാത്ത, ഒരാളും കേൾക്കാത്ത, മനുഷ്യന്റെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അനുഗ്രഹങ്ങളുടെ, സൗഭാഗ്യങ്ങളുടെ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു പറയുമ്പോൾ അത് നടക്കൂല. ഇത് നടന്നെങ്കിൽ അത് നടക്കൂലേ? ഇത് നമ്മൾ അനുഭവിച്ചില്ലേ? ഒരു ഇടുങ്ങിയ മുറിയിൽ 9-10 മാസം ജീവിച്ചപ്പോ നമ്മൾ വിചാരിച്ചിരുന്നു അതൊക്കെ കിട്ടുന്നു. നമുക്കത് ബോധമുണ്ടെന്ന്. അതേ നമുക്ക് ബോധമില്ല. വരാതിരിക്കുന്ന ആ സ്വർഗലോകത്തെ കുറിച്ച് പറയുമ്പോ ഈ ശ്രദ്ധാവായ പടച്ചോ പറയുന്നത് നമ്മൾ സംശയിക്കേണ്ട ആവശ്യം. നോക്കൂ, നിങ്ങൾ അതുകൊണ്ട് തന്നെ ഭൗതികമായി ആ കാലത്തുള്ള 9 മാസം ജീവിതാണോ ഈ 10-20 കൊല്ലം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച ജീവിതാണോ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? അതെന്ത് ഇതല്ല ജീവിതം, ഇതല്ല, ഇതൊന്നുമല്ല. ഇതിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ദുനിയാവിലെ ജീവിതത്തിന് ഒരു കൊതുകിന്റെ വലുപ്പമല്ല പറഞ്ഞു, ഒരു കൊതുകിന്റെ ചിറകിന്റെ എങ്കിലും അത്ര ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ വിലയുണ്ടായിരുന്നുവെങ്കിൽ ഒരു സത്യനിഷേധിക്കും ഒരു തുള്ളി വെള്ളം പടച്ചോൻ കൊടുക്കാൻ പറ്റില്ല. അള്ളാഹ് ദുനിയാവിൽ ഒരു വിലയില്ല. അതുകൊണ്ടാ പടച്ചോൻ വില പറ്റുന്നത് സ്വർഗത്തെയാ, പരലോകത്തെയാ. അതുകൊണ്ടാണ് ദുനിയാവിൽ ഏത് നിഷേധിക്കും ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ദുനിയാവൊന്നുമല്ല, ഇവിടെ ഉള്ള സുഖവും സൗഭാഗ്യങ്ങളും കണ്ടിട്ട് ഇതാണെന്ന് വിചാരിക്കണ്ട. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ല മാ യജ്അൽ അഹദുകും ഇസ്ബഅഹു ഫി ഹാദിഹിൽ യൗം. ദുനിയാവും പരലോകത്തെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളുടെ കൈയിന്റെ വിരലൊന്ന് കടലിൽ മുക്കും, ആ മഹാസാഗരത്തിൽ നിന്ന് എത്ര തുള്ളി വെള്ളം കിട്ടും? 1-2 തുള്ളി ഇല്ലേ? നിങ്ങളുടെ കൈ മുക്കിയാൽ അത്ര ഉള്ളൂ ദുനിയാവ്. വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തുമായി തട്ടിച്ചു നോക്കുമ്പോ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബഅഹു ഫിൽ യം. ഒരു മഹാസമുദ്രത്തിൽ നിങ്ങളുടെ കൈവെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ കിട്ടുന്ന വെള്ളത്തിന്റെ അത്ര എത്ര വെള്ളം ഉണ്ടാവും? അതേ ദുനിയാവുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യകരമായ പരലോകം അത് വേണമെന്ന. പക്ഷേ പടച്ചോൻ എന്താ ചെയ്തത്?
ആ ദുനിയാവില് ഭൗതികമായ അപ്പുറത്തൊരു ജീവിതം ഉണ്ടാവേണ്ട ഇവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടോടൊന്നും വേണ്ടെന്നല്ല. ഇതിനാ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ, വിശപ്പടങ്ങണ്ടേ എന്നാണ്. വിശപ്പടങ്ങാൻ എന്ത് തിന്നാലും പക്ഷെ എന്ത് തിന്നാൻ പറ്റില്ല. ആ തിന്നെ നല്ല രുചി അറിയാനുള്ള പടച്ചോൻ നമ്മുടെ നാവിൽ സ്വർണ്ണിരുന്നുണ്ട്. അത് നമ്മൾ അനുഗ്രഹിച്ചു. കണ്ടെന്തിനാ കാണാനാ. എല്ലാ ജീവികളും കാണുമ്പോഴല്ല, മനുഷ്യര് വർണ്ണ വൈവിധ്യങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനും. എല്ലാ ജീവികളും എല്ലാ വർണ്ണങ്ങളും കാണുന്നുണ്ടോ? കാണുന്നില്ല. എല്ലാ ശബ്ദങ്ങളും കേൾക്കും. മനുഷ്യൻ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തത് കേൾക്കാത്തവരുണ്ട്. പക്ഷേ മനുഷ്യന് നല്ല ശബ്ദങ്ങളൊക്കെ കേൾക്കാനും അങ്ങനെ പടച്ചോൻ മനുഷ്യന് അവരുടെ കണ്ണും കാതും മൂക്കും. ഭക്ഷണം നമുക്കെന്താ രുചി മാത്രം പോലെ അതുങ്ങൾ ഉണ്ടാകുന്ന അതുങ്ങളെ കൊണ്ടുവെക്കുന്ന മണ അടിക്കുമ്പോ ഇതൊക്കെ ആസ്വാദനങ്ങളും അനുഭവങ്ങളും. എന്നിട്ട് പടച്ചോൻ പറയാ, നിന്റെ മക്കളെ വസ്ത്രം എന്തിനാ? വസ്ത്രം നാമം മറക്കാനാണ്, നഗ്നത മറക്കാനാണ്. പക്ഷെ അല്ല, നിങ്ങൾക്ക് അവൻ വസ്ത്രം ഇറക്കി തന്നത് നിങ്ങളുടെ നഗ്നത മറക്കാനും പരീക്ഷൻ അലങ്കാരത്തിനും ഓരോരുത്തരും അവരുടെ വസ്ത്രങ്ങളിലുള്ള വൈവിധ്യങ്ങൾ ഇതൊക്കെ അനുവദിച്ചു. ആരാധനക്ക് പോകുമ്പോ എന്തെങ്കിലും വരപ്പത്തുവരല്ല പറഞ്ഞ് അലങ്കാരത്തോടു കൂടി. നമ്മൾ പലപ്പോഴും എന്താ പറയും, പള്ളിയിൽ പോകുമ്പോൾ കൊണ്ട് പരിഗണിട്ട് പോകും, കല്യാണത്തിന് പോകുമ്പോൾ നല്ല അടിപൊളിയിൽ പോകും. പടച്ചോൻ അങ്ങനെയല്ല പറഞ്ഞു, പൊതുസീനത്തെക്കും നിങ്ങൾ അലങ്കാരത്തോടു കൂടി പോകേണ്ടത് ഇതിന്റെ കുല്ലി മസ്ജിദിൽ ആരാധനയുടെ സമയത്ത്, ആരാധനാലയങ്ങളിൽ, ആരാധനാ വേളകളിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന. അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾക്ക് എല്ലാം നല്ലതാവണം, ആസ്വദിക്കണം, അനുഭവിക്കണം എന്ന് പടച്ചോൻ പഠിപ്പിക്കുക. പക്ഷേ അതോടൊപ്പം തിന്നോ കുടിച്ചോ പറഞ്ഞ അവിടെ ഒരു വാക്ക്, തിന്നോ കുടിച്ചോ, പക്ഷേ ദൂർത്തടിക്കരുത്, അമിതമാകരുത്, പരലോകം മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരലോകത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ വചനം അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്കല്ല, പക്ഷേ അതിന്റെ ആശയമാണ്. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ കാലാകാലം ഇവിടെ ജീവിക്കുന്ന ഒരു വിചാരത്തോടെ പണിയെടുത്തു. നാളെ മരിക്കണ്ട എന്നുള്ള വിചാരം വേണ്ട. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോ, പക്ഷേ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ അടുത്ത നിമിഷം നീ മരിക്കും, നാളെ നീ മരിക്കും, ഇന്നും കൂടി എനിക്ക് ആപത്ത് ജീവിതമുള്ളൂ. ദുനിയാവില് നീ ഇവിടെ നഷ്ടപ്പെടാൻ പോകും. ആ ലോകത്തില് ഇതിനൊന്നും ആലോചിച്ചു രണ്ടിനെയും ആസ്വദിക്കാൻ അവർ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോ കലാകാലം ഇവിടെ ജീവിക്കുമെന്നുള്ള രൂപത്തിൽ അതിനു വേണ്ടി നല്ല ആവേശത്തോടു കൂടി അധ്വാനിച്ചോ. അതോടൊപ്പം പരലോകത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ നാളെ മരിച്ചാൽ എന്റെ അവസരം പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് എന്ന ബേജാറോടുകൂടി, എന്ന ഭയത്തോടു കൂടി പടച്ചോനെ ഞാൻ നിസ്കരിച്ച് ഇങ്ങനെ എന്തോ ഹാലിൽ വന്ന് എന്തോ ഇങ്ങനെ കേട്ട് കുത്തുമേ കേട്ട് ഇങ്ങനെ നിസ്കരിച്ച് അങ്ങനെ പോയി വേറെന്തോ അല്ല. പടച്ചോനെ എന്റെ അവസാനത്തെ ജുമയായിരിക്കും, അറിയില്ലല്ലോ, എന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കോ, എന്റെ അവസാനത്തെ ഒന്നുമായിരിക്കോ. അങ്ങനെ ഇങ്ങനെ നിന്നാലുണ്ടല്ലോ നിങ്ങൾ പരലോ നാളെ കണ്ട് കൊണ്ടാണെങ്കിൽ പോകില്ല. അസ്സലാമു അലൈക്കും എന്തെല്ലാം വിശേഷം ചിരിച്ച് നിങ്ങൾ മരിച്ചാലും ആ മനുഷ്യന് നല്ല പറഞ്ഞൂടെ എന്നൊക്കെ നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. നമുക്ക് എന്തൊക്കെ നൽകി അത് നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അതിനുള്ള അവസരത്തെ സാന്ദർഭികമായി ചില പറയുന്ന സംഭവം മുസ്ലിം സഹോദരിയാണ്. അവരുടെ രോഗം പെട്ടെന്ന് അപകടം പറ്റിയിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞു, വലിയ ചെലവുകൾക്കറിയാം. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ ആവശ്യപ്പെടുന്നു, അവർക്ക് സഹായിക്കണം. പള്ളിയിലൊക്കെ പലപ്പോഴും പള്ളിയിൽ പോയി പറയുന്നത് പ്രതീക്ഷയുടെ ആ പ്രതീക്ഷ നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിലെ ഒരു ഭാഗം ആ സഹോദരിക്ക് വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആവശ്യമുണ്ട്. കഴിയുന്ന ആളുകളിൽ സമീപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സൽക്കരവുമായി അല്ലാഹു നിങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് വിട്ടുപുറത്തുമാകാം. അല്ലാഹു ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിച്ച് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് അല്ലാഹു രോഗികളാണ് പറഞ്ഞത് അവരുടെ രോഗം നിശ്ചയിക്കാക്കി കൊടുക്കണം. ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിച്ച് ഞങ്ങൾക്ക് നീ സമാധാനം സന്തോഷവും നൽകി
പലരും പല വിഷയങ്ങളിലും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രശ്നങ്ങളും അറിയുന്ന റബ്ബേ, അവർക്ക് നീ അതൊക്കെ ദൂരീകരിച്ച് അവരുടെ വിഷയങ്ങൾ പരിഹരിച്ച് അവർക്ക് നീ സമാധാനം സന്തോഷവും ശമനവും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر الذنوب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب. ربنا اغفر لنا ولإخواننا الذين سبقونا ولا تجعل. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أجرنا وأجر والدينا من النار. آمين آمين برحمتك يا أرحم